പല കുട്ടികളും പേരൻസിനെ ചതിച്ചിട്ടുണ്ട്. അവർ ആ തുടക്കത്തിൽ ഒരു ആവേശം കാണിച്ചിട്ട് ഇപ്പോൾ ഡാൻസ് പഠിക്കാൻ പോകുന്നു, പാട്ട് പഠിക്കാൻ പോകുന്നു, ഫുട്ബോൾ പഠിക്കാൻ പോകുന്നു, പാതി വഴിയിൽ നിർത്തുന്നു. ഇത് കണ്ടെത്താൻ പറ്റുമോ? അവൻ എത്തേണ്ടടുത്ത് എത്തുന്നില്ല. അതുപോലെ തന്നെ സ്വപ്നം കണ്ട കാര്യത്തിലേക്ക് എത്തുകയാണ്. പഠിത്തത്തിൽ നല്ല മിടുക്കരായിരിക്കും, നല്ല മാർക്ക് മേടിക്കുന്നുണ്ടാകും. ഇതൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. മനുഷ്യരോട് ഇടപെടാൻ തൻ്റെ ആ കൂട്ടത്തിൽപ്പെടുന്ന കുട്ടികളോടല്ലാതെ ഈ പറയുന്ന പുറത്തുള്ള ഒരു സ്ട്രേഞ്ചർ ആയിട്ടൊരു മനുഷ്യനോടോ ഒന്ന് ഗ്രീറ്റ് ചെയ്യാനോ ഒരു കാര്യങ്ങളും സംസാരിക്കാനോ കുട്ടിക്ക് സാധിക്കില്ല. അവർ പണ്ട് ക്ലബ്ബുകളിലും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഓരോ ഭാഗമായി പ്രവർത്തിച്ച് സമൂഹത്തോടെ ഇറങ്ങി പ്രവർത്തി വന്നിരുന്നു. അപ്പോൾ ശരിക്കും ഇനി ലൈഫ് സ്കിൽസിന് നമ്മൾ വളരെ അലേർട്ടായുള്ളൊരു ട്രെയിനിങ് കൊടുക്കേണ്ടിയിരിക്കുന്നു അല്ലേ? സാറേ, നമ്മുടെ വിഷനിലൊന്ന് പാഷനെ പ്രൊഫഷനാക്കി പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ളതാണ്. പല രക്ഷകർത്താക്കൾ ഇപ്പോൾ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുട്ടിയുടെ പാഷൻ എന്താണോ അതിനെ അവനൊന്ന് പ്രൊഫഷനാക്കി പ്രോഫിറ്റ് ഉണ്ടാക്കിക്കോട്ടെ. എന്നാൽ നിർഭാഗ്യവശാൽ പല കുട്ടികളും പേരൻസിനെ ചതിച്ചിട്ടുണ്ട്. അവർ ആ തുടക്കത്തിൽ ഒരു ആവേശം കാണിച്ചിട്ട് ഇപ്പോൾ ഡാൻസ് പഠിക്കാൻ പോകുന്നു, പാട്ട് പഠിക്കാൻ പോകുന്നു, ഫുട്ബോൾ പഠിക്കാൻ പോകുന്നു, പാതി വഴിയിൽ നിർത്തുന്നു. അപ്പം ഇത് കണ്ടെത്താൻ പറ്റുമോ? ഈ കുട്ടിയുടെ കഴിവ്, ഇവൻ ഇതിനൊരു ഡിറ്റർമിനേഷൻ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റുമോ? അതിന് സാർ ഉപയോഗിക്കുന്ന ഒരു സീക്രട്ട് ഉണ്ടല്ലോ, ആ സീക്രട്ട് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാവും. അതെ സാറേ, നമ്മൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ മാത്രം മുൻനിർത്തി അല്ല ഈ ഒരു ടോട്ടൽ റിപ്പോർട്ട് റെഡിയാക്കുന്നത്. കാരണം പല മാതാപിതാക്കൾക്കും മക്കളുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ ടെസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ടെസ്റ്റിലോട്ട് വരുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് കുട്ടികളുടെ പാഷൻ ഏകദേശമൊക്കെ ഒരു ധാരണയുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കളിക്കാൻ ഇഷ്ടമുള്ള, പാട്ട് പാടാൻ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നന്നായി വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒക്കെ പലതരത്തിലുള്ള കുട്ടികൾ അവരുടെ പാഷനും ഹോബിയും ഒക്കെ ഏകദേശം ഒബ്സർവ് ചെയ്ത മാതാപിതാക്കൾ. അതുകൊണ്ട് അവർ തന്നെ ടോട്ടൽ കൺഫ്യൂഷനാണ്. എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് നിലനിർത്തി ഒരു കരിയറിലേക്ക് ബിൽഡപ്പ് ചെയ്യണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു അസസ്മെൻറ്റ് അതിൻ്റെ റിസൾട്ടിനോടൊപ്പം ഒരു 8 Ds മനസ്സിലാക്കി അവർക്ക് കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമുക്കറിയാമല്ലോ, ഏതൊരു കാര്യവും ആരംഭിക്കുന്നത് ഒരു ആഗ്രഹത്തിലാണ്. ഡിസയറിൽ നിന്നും ഒരു ഡിസിഷൻ എടുക്കും. അപ്പോൾ ജനറലി എല്ലാവരും അത് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഉയർന്ന ഒരു സ്വപ്നം നേടുന്ന ആ ലെവലിലേക്ക് ഒരു കുട്ടി എത്തണമെങ്കിൽ, ആ പാഷൻ ആ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തിക്കാൻ കഴിയണമെങ്കിൽ ഡിറ്റർമിനേഷൻ ഉണ്ടോ, നിശ്ചയദാർഢ്യം, ഉറച്ച നിലപാടോടുകൂടി തൻ്റെ ആ ഒരു പാഷനെ ഏറ്റവും കൂടുതൽ ഒരു ആക്ഷൻ ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം കുട്ടിക്കുണ്ടോ, ആ കൺസിസ്റ്റൻസി ഉണ്ടോ എന്ന് പരിശോധിക്കും. 2, അതേപോലെ തന്നെയാണ് ആ കുട്ടിക്ക് തീർച്ചയായിട്ടും ഡെഡിക്കേഷൻ, 10% ടോട്ടൽ ടൈം ഈ പറയുന്ന കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതേപോലെ തന്നെ ഡിലിജൻസ്, സ്ഥിരോത്സാഹം. ഒരു ദിവസമുണ്ട്, കുറച്ച് നാളുണ്ട്, പക്ഷെ അതുപോലല്ലോ സ്ഥിരം അത് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുവരാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് സ്ഥിരോത്സാഹം. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് നല്ല എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ ഒരു കാര്യത്തിന് വേണ്ടി. അത് മാത്രമല്ല ഡിസിപ്ലിൻ. ഇതാണ് സത്യം പറഞ്ഞാൽ ഒരാളെ ഫോക്കസ്ഡ് ആയിട്ട് എത്തിക്കുന്നത്. ഫോക്കസിങ് ഓൺ ദ വർത്തി ഗോൾ. ഏറ്റെടുത്ത് ആ പാഷനിലേക്ക് തൻ്റെ ആ ഒരു കഴിവിനെ എത്തിക്കാൻ വേണ്ടി ആ കുട്ടി നിശ്ചയദാർഢ്യം മുതൽ ഈ പറയുന്ന ഡിസിപ്ലിനായിട്ട് ഫോക്കസ്ഡായിട്ട് പോകാൻ പറ്റുക എന്നുള്ള. പലരുടെയും ഫോക്കസ് ഒന്നും ഡീവിയേറ്റ് ചെയ്ത് അത് പോകുന്നത് കൊണ്ട് എന്താ നഷ്ടപ്പെടുന്നത്? ഡിസയറും ഡിസിഷനുമുള്ള ഒരു കുട്ടിയുടെ ഡെസ്റ്റിനേഷൻ മിസ്സായി പോകും. അവൻ എത്തേണ്ടടുത്ത് എത്തുന്നില്ല. അതുപോലെ തന്നെ സ്വപ്നം കണ്ട കാര്യത്തിലേക്ക് എത്തുകയില്ല. അപ്പോൾ കുട്ടികൾ ഫില്ല് ചെയ്തിരുന്ന മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് മാത്രം ഉപയോഗിച്ചിട്ടല്ല, അവരുടെ 8 Ds കണ്ടെത്തി പ്ലസ് പാഷൻ, പേഴ്സണാലിറ്റി, യുണീക്ക് പോസിബിലിറ്റി. അതിൻ്റെ പാഷനും പേഴ്സണാലിറ്റിയും കൂടെ ചേർത്തിട്ടുള്ള യുണീക്ക് പോസിബിലിറ്റി കണ്ടെത്തിയാണ് സാറ് അവരെ ഗൈഡ് ചെയ്തത്. അതാണ് ആ സീക്രട്ട് അല്ലേ? സാറ് നമ്മുടെ GCC രാജ്യങ്ങളിൽ നിന്ന് പഠിതാക്കൾ ഉണ്ടായിരുന്നു നമ്മുടെ കരിയറിൻ്റെ കോഴ്സിൽ. അവർ നോട്ട് ചെയ്ത് അവിടുത്തെ കുട്ടികളുടെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് സോഷ്യൽ സ്കിൽസ് കുറവാണ്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് കുറവാണ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറവാണ്. ഇതിനുള്ള സാറിൻ്റെ പരിഹാരം എന്താ? അനിൽ സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്കും ഒരുപാട് കുട്ടികൾ GCCന്ന് അസസ്മെൻറ്റിന് വന്നിട്ടുണ്ട്. അവരിലൊക്കെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ സ്കില്ല്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ അഭാവമൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് ലൈഫ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ ലൈഫ് സ്കിൽസിൻ്റെ അകത്താണ് നമ്മൾ സോഷ്യൽ സ്കില്ല്, അതിൻ്റെ അകത്താണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇത് അക്യൂർ ചെയ്യാവുന്നതാണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ അക്യൂർ ചെയ്യാവുന്ന സ്കില്ലാണ് ലിംഗ്വിസ്റ്റിക്കും ഇൻ്റർപേഴ്സണലും. അപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ മുന്നേറാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഇത് വളരെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം കൂടുതൽ ഉണ്ട് എന്നുള്ള. ഇപ്പം GCC മാത്രമല്ല, എവിടെയുള്ള കുട്ടികൾക്കും ഇത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിൽ കൃത്യമായിട്ടും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസും അതോടൊപ്പം ലൈഫ് സ്കിൽ പരിശീലനവും അതിൻ്റെ പ്രാധാന്യം കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് മികച്ച രീതിയിലുള്ള ഒരു കോഴ്സായിട്ട്
ഇത് മാറുന്നത്. സാറേ, ഈ ജെൻസിക്ക് ഇങ്ങനെ ഒരു ചലഞ്ച് വരാനുള്ള പ്രധാന കാരണം വെച്ചാൽ അവരുടെ സാഹചര്യമാണ്. കാരണം അവർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് മിക്കവരും. അച്ഛനും അമ്മയും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ഈ സോഷ്യൽ സ്കില്ലിലുള്ളൊരു സ്പേസ് ഉണ്ടാകുന്നില്ല. പഠിത്തത്തിൽ നല്ല മിടുക്കരായിരിക്കും, നല്ല മാർക്കും മേടിക്കുന്നുണ്ടാകും. ഇതൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കേസ് സാർ ഉറപ്പായിട്ടും ഡീൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്ത് പരിഹാരമാണ് പങ്കുവെച്ചു കൊടുത്തത്? ഇങ്ങനെയുള്ള പല കേസുകളും കൃത്യമായിട്ടും എനിക്ക് അസസ്മെൻറ്റിൽ വന്നത്, അതിൽ എനിക്ക് 1-2 കേസുകൾ വളരെ എൻ്റെ മനസ്സിലേക്ക് വരുന്നതിൽ നല്ല ലിംഗ്വിസ്റ്റിക് സ്കില്ല് എന്ന് വെച്ചാൽ നന്നായിട്ട് ഇംഗ്ലീഷിനും അതേപോലെ തന്നെ സബ്ജക്റ്റിനെല്ലാം നല്ല മാർക്കെല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യരോട് ഇടപെടാൻ തൻ്റെ ആ കൂട്ടത്തിൽപ്പെടുന്ന കുട്ടികളോടല്ലാതെ അതിനപ്പുറത്തെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനോടോ അല്ലെങ്കിൽ ഈ പറയുന്ന പുറത്തുള്ള ഒരു സ്ട്രേഞ്ചർ ആയിട്ടൊരു മനുഷ്യനോടോ ഒന്ന് ഗ്രീറ്റ് ചെയ്യാനോ ഒരു കാര്യങ്ങളും സംസാരിക്കാനോ കുട്ടിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുട്ടിക്ക് സൊല്യൂഷനായിട്ട് ഞാൻ പറഞ്ഞു, ചില ക്യാമ്പുകൾ, ചില പ്രോഗ്രാമുകൾ, ഇപ്പം ജീവിത ദർശന ക്യാമ്പുകൾ, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ക്യാമ്പുകൾ, അതുപോലെ തന്നെ ഈ വെക്കേഷൻ സമയത്തുള്ള സമ്മർ ക്യാമ്പുകളിലൊക്കെ വേണം പങ്കെടുക്കാം. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പല ഇൻറ്റേൺഷിപ്പുകൾ, സ്കൂൾ വിട്ടുള്ള ചില ട്രെയിനിങ് പ്രോഗ്രാമുകളും ഒക്കെ അവർക്ക് പങ്കെടുക്കാവുന്നേ. അപ്പം അങ്ങനെ പങ്കെടുക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം കൂട്ടി തിരിച്ചറിയും. അപ്പോൾ ലൈഫ് സ്കിൽ ട്രെയിനിങ് സഹിതം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. സ്കിൽ ഡെവലപ്മെൻറ്റ് ഇനി വരും കാലങ്ങളിൽ അതാണല്ലോ. അപ്പോൾ അതിന് ഏറ്റവും മികച്ച സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അത് ഇഫക്റ്റീവായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പറയണം എന്നുള്ളത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതലും സോഷ്യൽ മീഡിയയിലാണല്ലോ. അപ്പം ശരിക്കും പബ്ലിക്കിനോട് പോലും സംസാരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഭാഷയിലാണ് എന്നുള്ളൊരു കാരണം ഇതാ. അപ്പം സാറ് പറഞ്ഞതിൻ്റെ ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ പരിഹാരം ശരിക്കും ഈ രക്ഷകർത്താക്കൾ നേരത്തെ നേടിയിരുന്നു. അവർ പണ്ട് ക്ലബ്ബുകളിലും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഓരോ ഭാഗമായി പ്രവർത്തിച്ച് സമൂഹത്തോടെ ഇറങ്ങി പ്രവർത്തിച്ച് വന്നിരുന്നു. അപ്പോൾ ശരിക്കും ഇനി ലൈഫ് സ്കിൽസിന് നമ്മൾ വളരെ അലേർട്ടായുള്ളൊരു ട്രെയിനിങ് കൊടുക്കേണ്ടിയിരിക്കുന്നു അല്ലേ? സാർ, ഇസ്രായേൽ ഇറാൻ വാർ ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്റ്റഡി അബ്രോഡിനെ എങ്ങനെ ബാധിക്കുന്ന സാറിൻ്റെ ഒരു വിലയിരുത്തൽ?